എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അല്പം മധുരവും പുളിയും എരിവും കൂടി ചേർന്നിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ചോറുണ്ണാൻ വേറെ കറിയോ തോരനോ ഒന്നുമില്ലെങ്കിലും ഈ മാമ്പഴ പുളിശ്ശേരി മാത്രം മതി നന്നായി ചോറുണ്ണാൻ പറ്റും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എല്ലാം മാമ്പഴം വെച്ചിട്ടും ചെയ്യാമെങ്കിലും മാമ്പഴ പുളിശ്ശേരിക്ക് ഈ മാങ്ങ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കണം. അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും കൊതിയൂറുന്ന രുചിയാണ്. ഇപ്പോൾ ഈ മാങ്ങ പഴുത്ത് കിട്ടുന്ന സമയമാണ്. ഈ മാമ്പഴം കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 12 നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട്. നാടൻ മാങ്ങ, നാട്ടുമാങ്ങ, പഞ്ചാര മാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഈ മാങ്ങ പച്ചയായി നിൽക്കുന്ന സമയത്ത് നല്ല പുളി ഉണ്ടാവും, എന്നാൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് മാമ്പഴത്തിൻ്റെ തൊലി ഒന്ന് ഉരിഞ്ഞെടുക്കാം. ആദ്യം ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം, എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ബാക്കിയെല്ലാ മാമ്പഴം ഇതുപോലെ തൊലി ഉരിഞ്ഞെടുക്കാം. മാങ്ങയെല്ലാം തൊലി ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. പുളിശ്ശേരി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് വിരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് മാമ്പഴത്തിൽ പിടിച്ച് കിട്ടും. മാത്രമല്ല നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് മാമ്പഴത്തിൻ്റെ ആ ഒരു സത്ത് ഇറങ്ങി വരും. അപ്പോൾ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാമ്പഴം വേവാനായിട്ട് 250 മില്ലി ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മാക്സിമം ഒരു 10 മിനിറ്റ് നേരം വേണ്ടി വരും വെന്ത് വരാൻ വേണ്ടിയിട്ട്. മൺചട്ടിയല്ല, നിങ്ങൾ കുക്കറിലാണ് മാമ്പഴം വേവിക്കുന്നതെങ്കിൽ 2 വിസിലിന് വേവിച്ചെടുക്കണം. മാമ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാമ്പഴം അടിക്ക് പിടിക്കും. ഇനി ഒന്ന് കുറച്ച് സമയം കൂടി വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ഭാഗം ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ നല്ല ജീരകം. സാധാരണ നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകമാണ് വേണ്ടത്. ഇനി ഇത് മൂന്നും കൂടി നല്ല പോലെ അരച്ചെടുക്കാം. അരക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ജീരകം ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ അരക്കുന്ന സമയത്ത് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മോര് ചേർക്കാൻ പാടില്ല, തൈര് തന്നെ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അരപ്പിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴം ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ മാമ്പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി, ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോവണ്ട. അപ്പോൾ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാമ്പഴത്തിൻ്റെ ആ സത്തൊക്കെ കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2 സീക്രട്ട് ചേരുവ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല രുചി കൂടുന്നത്. ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ചീകിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്പം മധുരവും എരിവും പുളിയൊക്കെ ചേർന്നതാണല്ലോ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ കുറച്ച് മധുരം നമുക്ക് വേണം. അഥവാ നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പിന്നെ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യും ശർക്കരയൊക്കെ ചേർന്നിട്ട് മാമ്പഴത്തിൽ പിടിച്ച് കിട്ടും. അതിന് 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം വരെ നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ശർക്കരയും നെയ്യും ചേർത്ത ശേഷം ഇത് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരി അധികം ലൂസാകാൻ പാടില്ല, കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റാണ്.
അരപ്പ് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരുപാട് അങ്ങോട്ട് തിളക്കണ്ട, ഒരു തിള വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല പോലെ തന്നെ ഒരു പ്രാവശ്യം തിള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം നമ്മുടെ ചട്ടിയാണല്ലോ, ചട്ടി നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറക്റ്റ് പാകത്തിലായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത മാമ്പഴവും അരപ്പും എല്ലാം കറക്റ്റാണ്. 12 മാമ്പഴത്തിന് അരമുറി തേങ്ങയാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കപ്പ് കട്ട തൈരുമാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ കറക്റ്റാണ്. നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ആ ഒരു കറീൻ്റെ ആ ഒരു ടേസ്റ്റ്. നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. കടുക് താളിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് താളിക്കാൻ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണല്ലോ മറ്റുള്ള കറിയിലെല്ലാം നമ്മൾ ചേർക്കാറ്. എന്നാൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല. പകരം നമ്മൾ നെയ്യിൽ തന്നെ കടുക് താളിച്ചൊഴിക്കണം. എന്നാലേ ആ മാമ്പഴ പുളിശ്ശേരിയുടെ ശരിയായൊരു രുചി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുളിശ്ശേരിയുടെ രുചിയായിരിക്കും, മാമ്പഴ പുളിശ്ശേരിയുടെ രുചി കിട്ടൂല. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം. കടുക് പൊട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരിയാണല്ലോ, അപ്പോൾ ഉലുവ കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉലുവയെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരിയിലേക്ക് നമ്മുടെ ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കറിയിലേക്ക് ഈ നെയ്യുടെയും കടുകിൻ്റെയും എല്ലാം ഫ്ലേവറൊക്കെ ഇറങ്ങിയെടുത്തു. കടുക് താളിച്ച് ഒഴിച്ചിട്ട് ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ല ആ ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ ആ കളറ്. നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമ്മുടെ ഈ പുളിശ്ശേരിയുടെ ഈ ഒരു മാങ്ങ കഷ്ണം തന്നെ മതി. എന്നാൽ നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും. ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ ഈ മാമ്പഴം കിട്ടും. അപ്പോൾ ഈ മാമ്പഴം കിട്ടിയാൽ നിങ്ങൾ ഇതേ രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2 മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലൊരു റെസ്പോൺസ് കിട്ടിയ വീഡിയോ ആണത്. പാലക്കാട് ജില്ലയിലെ നല്ലേടം വനത്തിൽ ഇതേ രീതിയിലാണ് അവിടെയുള്ളവരൊക്കെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കൽ. എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ട്. അവിടെയുള്ളവർ കടുക് താളിച്ചൊഴിക്കാറില്ല, പകരം പച്ച വെളിച്ചെണ്ണയാണ് നനക്കാറുള്ളത്. എന്നാൽ നെയ്യിൽ കടുക് താളിച്ചൊഴിച്ചാൽ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും തന്നെ മറന്നു പോകരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.